ഹലോ ഗായ്സ്, ഇതേ അപ്പം നമ്മൾ ഇറങ്ങാൻ പോവുക കേട്ടോ. എല്ലാം ഇതേ കുറേ സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടേക്കാം കേട്ടോ. ചക്ക അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, ഫുൾ സാധനമൊക്കെ കേട്ടോ. വീട്ടിൽ വന്ന് ഫുൾ സാധനമായിട്ട് ഇപ്പം പോകുന്ന പോലെ ആയിരിക്കും കേട്ടോ. ഇതേ ഗായ്സ്, നമ്മൾ പോകാം കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇതേ എല്ലാവരും വരിയിട്ട്. ഹലോ ഗൈസ്, നമ്മളുടെ തിരിച്ചുട്ടാ. ദേ 2 പേര് അവിടെ നിൽക്കണ്ടാ. ശരി പോവാട്ടാ. അവിടെ ഉണ്ട് കേട്ടോ. ശരി ശരി, ബൈ ബൈ. അപ്പൊ നമ്മള് ഇനി പോവാട്ടാ. ഗൈസ്, ഞങ്ങൾ പെരുമ്പാവൂരെത്തി. ബ്ലോക്കിൽ കിടക്കാം. നീ കാലടി ചെല്ലുമ്പോൾ അടുത്ത് ബ്ലോക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പം എത്രയാ ടൈം? എത്രയായി? 8:20. നോക്കാം. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ബാക്കി വഴിയാ നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിത് കാലടി എത്തിയിട്ടാ. കാലടിയിൽ ബ്ലോക്ക് നോക്കട്ടെ. ചെറുതായിട്ടുണ്ട്, ചെറിയൊരു ബ്ലോക്ക്. നോർമലി ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ ബ്ലോക്ക്. ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇവിടെ 8:45 9 മണിക്കാകുമ്പോഴത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരിക്കും. ഇങ്ങനെ വന്നിങ്ങനെ ലൈനായിട്ട് കിടക്കാം. ഇപ്പം ബ്ലോക്ക് കുറവാ. അവിടെ വേറൊരു പാലുണ്ട് കേട്ടോ, അത് പണിതോണ്ടിരിക്കുക. ഇവിടെ അതോടെ വന്നാൽ ഈ ബ്ലോക്ക് അങ്ങോട്ട് കുറയും. പക്ഷെ അത് പണിതുകൊണ്ട് വരുന്നുള്ളൂ. പണിത് വരാൻ അപ്പുറത്തെ പാലം പണിയുണ്ട്. ആ പാലോടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര ബ്ലോക്ക് കുറയും. നമ്മൾ പോയി പെട്ടു കിട്ടാ. നല്ല ലോക്ക് കിട്ടിയോണം. കാരണം നമ്മൾ പ്രതീക്ഷിച്ച കാലടിയിലായിരുന്നു ബ്ലോക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ കാലടി കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞാൽ മറ്റൂരെത്തിയപ്പോൾ ഒട്ടുക്കത്തെ ബ്ലോക്ക്. ഒറ്റ പൊന്നു മോനെ, ഇവിടെ എന്നെ കൂടി ഇല്ല വണ്ടി. കുറേ നേരം കിടക്കണം ഞങ്ങളിവിടെ. കണ്ടോ, കുറച്ച് ബ്ലോക്കാ. ഒരുമിച്ചാണ് കടത്തിവിടുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കറക്റ്റ് കണക്ഷൻ കൊടുത്തു വിടുക വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോ എന്താ പറയാ, തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും ഒരുമിച്ചാ കടത്തി വരണേ. പോലീസുകാർ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസുകാർ നിൽക്കുന്ന സമയത്താവും ഏറെക്കുറെ ബ്ലോക്ക് കൂടുക. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്കമാലിന്ന് അങ്ങോട്ടേക്ക് എറണാകുളം പോകാനുള്ള തിരക്കാട്ട ഈ കാണണേ. ഫുൾ ബ്ലോക്കാട്ടാ, അനങ്ങിയിട്ടില്ല വണ്ടി. ഇവിടെ നമ്മളിപ്പോ ഒരു ചായ കുടിക്കാൻ കയറിയതാ. ഒരു കുട്ടി ഹോട്ടലാട്ടോ, അടിപൊളി ഹോട്ടലാണ്. അത്ര കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഹോട്ടലാണ്. ഇവിടെ കാലത്ത് നല്ല തിരക്കുണ്ട്. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ പുതുക്കാടാണ് സ്ഥലം തന്നെ. ജോലിക്കാരൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല നല്ല അടിപൊളി ദോശ ചട്നിയും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർ വന്ന് നല്ല തിരക്കാണ്. ഞങ്ങളിപ്പോ വന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നതിന്റെ ഇടയിൽ തന്നെ 10-20 പേര് വന്ന് കഴിച്ചു പോയി. ചെറിയൊരു സാധനമാണ്, അതുപോലെ ചെറിയൊരു സ്ഥലമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഇത്രയും കാണുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ആ ഒരു ഗ്രില്ല് തുറന്നു കിടക്കുന്നുണ്ടോ? ആ ഗ്രില്ല് തുറന്നു കിടക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഉള്ള ഒരു ഹോട്ടൽ എന്ന് പറയാനായിട്ട്. ഹോട്ടലിന് മാത്രമുള്ള പേര് വരെയില്ല കേട്ടോ. പ്രായമായിട്ടുള്ളവര് ഒരു 2-3 ചേട്ടന്മാര് കൂടി നടത്തുന്നതാണ്. അടിപൊളി ടേസ്റ്റ് എന്താ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ദോശയും അതുപോലെ തന്നെ ചായയാണ് പറഞ്ഞ്. അതിൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചായ, കൊള്ളി, പിന്നെ ചട്നി. നല്ല ടേസ്റ്റാട്ടോ. നല്ല എന്താ പറയുക, ഒരു നല്ല എരിവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഈ ചെറിയ കടയാണെങ്കിലും പക്ഷെ അടിപൊളി ടേസ്റ്റുള്ള ഫുഡാട്ടോ. ഫുഡിൽ നോ കോംപ്രമൈസ്. നല്ല ടേസ്റ്റുള്ള ഫുഡ്.
അത് ഫുൾ എപ്പോഴും ആൾക്കാർക്കാട്ടാ, ഒരു സീറ്റ് കാര്യമാവാൻ നോക്കിയിരിക്കുക. ഇതിപ്പോൾ പുറത്ത് വരെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലത്തെ സ്പെഷ്യലാണെങ്കിൽ ദോശയും ചട്നിയും കൊള്ളിയൊക്കെ. വേറെ ഒന്നും ഞങ്ങളവിടെ കണ്ടില്ല. ഇനി വേറെ ഉണ്ട്, പിന്നെ പുട്ട്, കടല, അങ്ങനത്തെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഫുഡ് ആ ഒരു ടേസ്റ്റോടു കൂടി നമുക്ക് കിട്ടില്ലേ, അതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് ദോശ ചമ്മന്തി എനിക്ക് ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എരിവൊക്കെ നല്ല അടിപൊളി. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ സെറ്റാട്ടാ. എന്നുവെച്ചാൽ ഒത്തിരി എരിവുണ്ടെന്നല്ല, എരിവുണ്ട്. അത് പിന്നെ ഒരു പപ്പട വടയും കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അവിടെ ഞാൻ പപ്പട വടയൊന്നും കണ്ടില്ല കേട്ടോ. എൻ്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ. ഞാൻ ഈ മറ്റേ ചട്നിയും ദോശയും പപ്പട വടയും ആ ഒരു കോമ്പിനേഷൻ പിടിക്കുന്നതാണ്. ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി സാധനമായിരുന്നു. ഇനിയും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണത്. ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തി. ഇതേ നമ്മുടെ കുഞ്ഞമ്മാട്ടി ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ആൻഡ് ബൈ.